അല്ല, ഇന്നലെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചല്ലേ, പിന്നെന്ത് പറ്റി വീണ്ടും ഡ്രസ്സ് എടുക്കണമെന്ന് തോന്നാൻ? അതെൻ്റെ ഒരു ശീലത്തിൻ്റെ പ്രശ്നം. ഞാൻ മിക്കവാറും ഒരു കാര്യം വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. പെട്ടെന്നായിരിക്കും തീരുമാനം. നിന്ന നിൽപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് തോന്നും. എന്ത് നിർത്തിയേ? താരങ്ങളോ എന്താ? ചില നേരത്തെ എനിക്ക് തോന്നും തന്നോട് സംസാരിച്ചിരിക്കുന്നതും തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. പക്ഷേ പെട്ടെന്നതങ്ങ് ബ്രേക്കാവും. തൻ്റെ രീതികൾ എനിക്ക് മനസ്സിലാവാത്തതും പിടിക്കാത്തതും ആവും. തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയാമോ? മുൻപ് എന്നെക്കുറിച്ച് എല്ലാവരും പറയുമായിരുന്നു എനിക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാണെന്ന്, സ്വന്തം കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണെന്ന്. പക്ഷെ ഇപ്പം നേരെ മറിച്ച, തൻ്റെ ജീവിതത്തിന് എനിക്ക് ഏറ്റവും പ്രാധാന്യം. സ്വാർത്ഥത എനിക്ക് ഇപ്പോഴും ഉണ്ട്, മറ്റുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി അതിപ്പോൾ തൻ്റെ കാര്യത്തിൽ മാത്രമാണ്. തൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, തന്നെ സ്നേഹിക്കുക, അത് മറ്റാരും ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ചെയ്യാം. Really, I love you. മൂർത്തി, അവളുടെ ധിക്കാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. എന്നെ മറികടന്ന് ഇവിടെ ഒരുത്തി വാഴുന്നത് എന്നെ കൊണ്ടൊരിക്കലും സഹിക്കാൻ പറ്റില്ല. മാഡം സാറിനോട് പറഞ്ഞില്ലേ? അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകളെ കണ്ടെത്തിയ സന്തോഷത്തില് അവനിപ്പം മറ്റെല്ലാം മറന്ന മട്ട. അനിയന്റെ മോള് ജീവിച്ചിരിക്കുന്നത് നമുക്കെല്ലാം ഒരു തടസ്സ. അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്ത് മാർഗം? കഴിക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും വിഷം ചേർത്ത് അവളെ ഇല്ലാതാക്കണം. പക്ഷേ അതെങ്ങനെ? അനിയന്റെ ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും അവള് മാത്രം പോയാ പോരല്ലോ. മൂർത്തി, കൂടെയുള്ള ശാന്തിയും പോണ്ടേ? അല്ലെങ്കിൽ മോള് ചത്തുപോയാല് ശാന്തിയോടുള്ള കടപ്പാടും പറഞ്ഞ് ഉള്ള സ്വത്ത് മുഴുവൻ അനിയൻ അവളുടെ പേരിൽ എഴുതി വെക്കില്ലേ?